ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് കള്ളപ്പണ കേസിൽ ഇഡി ഫെമയും ചുമത്തും. കേസിൽ ഒളിവിലുള്ള പ്രതാപൻ ദാസനും ശ്രീനയ്ക്കും 90 വിദേശ രാജ്യങ്ങളിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുണ്ട്. ക്രിപ്റ്റോ കറൻസിയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഇഡി വിദേശ നാണ്യവിനിമയ ചട്ടലംഘനത്തിലും അന്വേഷണം നടത്തുന്നുണ്ട്. ഹൈറിച്ച് തട്ടിപ്പിൽ നിലവിൽ വിദേശ നാണ്യവിനിമയ ചട്ടലംഘനത്തിനാണ് കേസെടുത്തത്. ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുമ്പോഴാണ് ഫെമ നിയമലംഘനത്തിനും കേസെടുക്കാൻ ഒരുങ്ങുന്നത്. ഹൈറിച്ച് എം ഡി പ്രതാപൻ ദാസനും ഭാര്യയും സിഇഒയുമായ ശ്രീനയ്ക്കും 90 രാജ്യങ്ങളിൽ ക്രിപ്റ്റോ കറൻസി ബിസിനസ് ഉണ്ടെന്നാണ് ഇഡി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫെമ ചുമത്തുന്നത്. ക്രിപ്റ്റോ കറൻസി വഴി 825 കോടി രൂപ സമാഹരിച്ചുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ഓൺലൈൻ ഷോപ്പിംഗ് ബിസിനസിന്റെ മറവിൽ 1630 കോടി രൂപയുടെ തട്ടിപ്പും 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പുമാണ് കണ്ടെത്തിയത്. ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസ്, ഉടമകളുടെ 2 വീടുകൾ, തൃശൂരും എറണാകുളത്തുമുള്ള ബ്രാഞ്ചുകൾ എന്നിവിടങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. ഉദ്യോഗസ്ഥർ ഓഫീസുകളിൽ റെയ്ഡിന് എത്തിയതിന് പിന്നാലെ പ്രതാപൻ ദാസനും ശ്രീനയും ഒളിവിൽ പോവുകയായിരുന്നു. ഇവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം CJI കോടതിയുടെ പരിഗണനയിലാണ്. ജനം, കൊച്ചി.